ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 26-ാമത്തെ അധ്യായം. 70-ാമത്തെ ശ്ലോകം വരെ എടുത്തു. 2 ശ്ലോകങ്ങൾ കൂടിയുണ്ട്, നമ്മൾക്ക് നോക്കാം. അതുവരെയുള്ള ഭാഗങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതേ തൃതീയ സ്കന്ധേ അഥ ഷഡ്വിംശതിതമോऽധ്യായഃ. ശ്രീഭഗവാനുവാച അഥ തേ സംപ്രവക്ഷ്യാമി തത്വാനാം ലക്ഷണം പൃഥക്. യദ്വിദിത്വാ വിമുച്യേത പുരുഷപ്രാകൃതൈർഗുണൈഃ. ജ്ഞാനം നിശ്രേയസാർത്ഥായ പുരുഷസ്യാത്മദർശനം യദാഹുർവർണ്ണയേ തത്തേ ഹൃദയഗ്രന്ഥിഭേദനം. അനാദിരാത്മാ പുരുഷോ നിർവിണ്ണപ്രകൃതേഃ പരഃ. പ്രത്യഗ്ധാമാ സ്വയം ജ്യോതിർ വിശ്വം യേന സമന്വിതം. സ ഏഷ പ്രകൃതിം സൂക്ഷ്മാം ദേവീം ഗുണമയീം വിഭുഃ യദൃച്ഛയൈവോപഗതാം അഭ്യപദ്യത ലീലയാ. ഗുണൈർവിചിത്രാഃ സൃജതിം സ്വരൂപാഃ പ്രകൃതിം പ്രജാഃ വിലോക്യ മുമുഖേ സദ്യ സ ഇഹ ജ്ഞാനഗൂഹയാ. ഏവം പരാഭിധ്യാനേന കർത്തൃത്വം പ്രകൃതേഃ പുമാൻ കർമ്മസു ക്രിയമാണേഷു ഗുണൈരാത്മനി മന്യതേ. തദസ്യ സംസൃതിർബന്ധ പാരതന്ത്ര്യം ച തൽപ്രകൃതം ഭവത്യകർത്തുരീശസ്യ സാക്ഷിണോ നിർവൃതാത്മനഃ. കാര്യകാരണകർത്തൃത്വേ കാരണം പ്രകൃതിം വിദു. ഭോക്തൃത്വേ സുഖദുഃഖാനാം പുരുഷം പ്രകൃതേഃ പരം. ദേവഹൂതിരുവാച പ്രകൃതേഃ പുരുഷസ്യാപി ലക്ഷണം പുരുഷോത്തമ. ബ്രൂഹി കാരണയോരസ്യ സദസച്ഛേദാത്മകം. ശ്രീഭഗവാനുവാച യത്തത്ര ഗുണമവ്യക്തം നിത്യം സദസദാത്മകം. പ്രധാനം പ്രകൃതിം പ്രാഹുർ അവിശേഷം വിശേഷവത്. പഞ്ചഭിഃ പഞ്ചഭിർബ്രഹ്മ ചതുർഭിർദശഭിസ്തവത. ഏതച്ചതുർവിംശതികം ഗണം പ്രാധാനികം വിദു. മഹാഭൂതാനി പഞ്ചൈവ ഭൂരാപോഗ്നിർമരുദ്നഭഃ. തന്മാത്രാണി ച താവന്തി ഗന്ധാദീനി മതാനി മേ. ഇന്ദ്രിയാണി ദശ ശ്രോത്രം ത്വഗ് ദൃക് രസനനാസികാഃ. വാക്കരൗ ചരണൗ മേത്രം പായുർ ദശമ ഉച്യതേ. മനോബുദ്ധിരഹങ്കാര ചിത്തം ഇത്യന്തരാത്മകം. ചതുർധാ ലക്ഷ്യതേ ഭേദോ വൃത്യാലക്ഷണരൂപയാ. ഏതാവാനേവ സംഖ്യാതോ ബ്രഹ്മണഃ സഗുണസ്യ സന്നിവേശോ മയാ പ്രോക്തോ യക്കാലഃ പഞ്ചവിംശകഃ. പ്രഭാവം പൗരുഷം പ്രാഹു കാലമേകേ യതോ ഭയം. അഹങ്കാരവിമൂഢസ്യ കർത്തൃപ്രകൃതിമീയുഷഃ. പ്രകൃതേർഗുണസാമ്യസ്യ നിർവിശേഷസ്യ മാനവീ. ചേഷ്ടാ യതസ്സ ഭഗവാൻ കാല ഇത്യുപലക്ഷിതഃ. അന്തഃപുരുഷ രൂപേണ കാലരൂപേണ യോ ബഹിഃ. സമന്വേത്യേഷ സത്വാനാം ഭഗവാൻ ആത്മമായയാ. ദൈവാക്ഷുഭിധർമ്മിണ്യാം സ്വസ്യാം യോനൗ പരപ്പുമാൻ. ആധത്തവീര്യം സാ സൂത മഹത്തത്വം ഹിരണ്മയം. വിശ്വമാത്മഗതം വ്യഞ്ജൻ കൂടസ്ഥോ ജഗദങ്കുരഃ. സ്വതേജസാ പിബത്തീവ്രം ആത്മപ്രസ്വാപനം തമഃ. യത്തത് സത്വഗുണം യസ്വച്ഛം ശാന്തം ഭഗവതഃ പദം. യഥാഹുർവാസുദേവാഖ്യം ചിത്തം തന്മഹദാത്മകം. സ്വച്ഛത്വമവികാരത്വം ശാന്തത്വമിതി ചേതസഃ. വൃത്തിഭിർലക്ഷണം പ്രോക്തം യഥാപാം പ്രകൃതി പരാം. മഹത്തദ്വാദ് വികുർവാണാൽ ഭഗവദ്വീര്യസംഭവാത്. ക്രിയാശക്തിരഹങ്കാരസ്ത്രിവിധ സമപദ്യത. വൈകാരികസ്ഥൈതസശ്ച താമസശ്ചേതോ ഭവഃ. മനസശ്ചേന്ദ്രിയാണാം ച ഭൂതാനാം മഹതാം അപി. സഹസ്രശിരസം സാക്ഷാത് യമനന്തം പ്രചക്ഷതേ. സംഘർഷണാഖ്യം പുരുഷം ഭൂതേന്ദ്രിയമനോമയം. കർത്തൃത്വം കരണത്വം ച കാര്യത്വം ചേതി ലക്ഷണം. ശാന്തഘോരവിമൂഢത്വം ഇതി വാ സ്യാദഹം കൃതേ. വൈകാരികാദ് വികുർവാണാത് മനസ്തത്വമജായത. യൽസങ്കല്പവികൽപാഭ്യാം വർത്തതേ കാമസംഭവഃ. യദ്വിദുർഹ്യനിരുദ്ധാഖ്യം ഋഷീകാണാമധീശ്വരം. ശാരദേന്ദീവരശ്യാമം സംരാധ്യം യോഗിഭിः ശനൈः. തേജസാസ്തു വികുർവാണാത് ബുദ്ധിതത്വമഭൂത്സതി. ദ്രവ്യസ്ഫുരണവിജ്ഞാനം ഇന്ദ്രിയാണാം അനുഗ്രഹഃ. സംശയോധ വിപര്യാസോ നിശ്ചയസ്മൃതിരേവ ച. സ്വാഭ ഇത്യുച്യതേ ബുദ്ധേർ ലക്ഷണം വൃത്തിത പൃഥക്. തൈജസാനിന്ദ്രിയാണ്യേവ
क्रियाज्ञानविभागशः प्राणस्य हि क्रियाशक्तिर्बुद्धेर्विज्ञानशक्तिदा तामसाच्च विकुर्वाणात् भगवद्वीर्यचोदितात् शब्दमात्रमभूत् तस्मात् नभश्रोत्रं तु शब्दगम् अर्थाश्रयत्वं शब्दस्य द्रष्टुर्लिङ्गत्वमेव च तन्मात्रत्वं च नभसो लक्षणं कवयो विदुः भूतानां छिद्रदातृत्वं बहिरन्तरम् एव च प्राणेन्द्रियात्मधिष्ण्यत्वं नभसो वृत्तिलक्षणं नभसः शब्दतन्मात्रा कालगत्या विकुर्वतः स्पर्शो भवत्ततो वायुस्त्वक्स्पर्शस्य च संग्रहः मृदुत्वं कठिनत्वं च शैत्यम् उष्णत्वमेव च स्पर्शस्य स्पर्शत्वं तन्मात्रत्वं नभस्वतः चालनं यूहनं प्राप्तिर्नेतृत्वं द्रव्यशब्दयोः सर्वेन्द्रियाणामात्मत्वं वायोः कर्माभिलक्षणं वायोश्च स्पर्शतन्मात्रात् रूपं दैवेरितादभूत् समुत्थितं ततस्तेज चक्षुरूपोपलम्भनं द्रव्याकृतित्वं गृणतो व्यक्तिसंस्थात्वमेव च तेजस्त्वं तेजसः साध्वी रूपमात्रस्य वृत्तयः द्योतनं पचनं पानं मदनं हिममर्दनं तेजसो वृत्तयस्त्वेदाशोषणं क्षुत्रिडेव च रूपताम्रात् विकुर्वाणात् तेजसो दैवचोदितात् रसमात्रमभूत्तस्मात् अम्भोजिह्वा रसग्रहः कषायो मधुरस्तिक्तः कट्टुम्लैर्नैगधा भौतिकानां विकारेण रस एको विभिद्यते क्लेदनं पिण्डनं तृप्तिः प्राणनाप्यायनोन्दनं तापापनोदो भूयस्त्वम् अम्भसो वृत्तयस्तिमाः रसमात्रात् विकुर्वाणात् अम्भसो दैवचोदितात् गन्धमात्रमभूत्तस्मात् पृथ्वीघ्राणस्तु गन्धकः करम्भभूतिसौरभ्य शान्तोग्राम्लादिभिः पृथक् द्रव्यावयवैषम्यात् गन्ध एको विभिद्यते भावनं ब्रह्मण स्थानं धारणं सद्विशेषणं सर्वसत्त्वगुणोर्भेद पृथिवीवृत्तिलक्षणं नभो गुणविशेषोऽर्थो यस्य तत् श्रोत्रमुच्यते वायो गुणविशेषोऽर्थो यस्य तत्स्पर्शनं विदु तेजो गुणविशेषोऽर्थो यस्य तच्चक्षुरुच्यते अम्भो गुणविशेषोऽर्थो यस्य तद्रसनं विदुः भूमेर्गुणविशेषोऽर्थो यस्य सघ्राण उच्यते परस्य दृश्यते धर्मो ह्यपरस्मिन् समन्वयात् अतो विशेषो भावानां भूमावेवोपलक्ष्यते एतान्यसंहत्य यदा महदादीनि सप्त वै कालकर्मगुणोपेतो जगदादिरुपाविशद ततस्तेनानुविद्धेभ्यो युक्तेभ्योऽण्डचेतनम् उत्थितं पूरुषो यस्मात् उदतिष्ठदसौ विराट् एतदण्डं विशेषाख्यं क्रमवृद्धेर्दशोत्तरैः तोयादिभिः परिवृतं प्रधानेनावृतेर्बहिः यत्र लोकवितानोऽयं रूपं भगवतो हरेः हिरण्मयादण्डकोशात् उत्थाय सल्लेशयात् तमाविश्य महादेवो बहुधा निर्बिभेदखं निरभिद्यदास्य प्रथमं मुखं वाणि ततोऽभवत् वाण्यावन्निरथो नासे प्राणोतो घ्राण एतयोः घ्राणाद्वायु अभिद्येताम् अक्षिणी चक्षुरेतयोः तस्मात् सूर्यो व्यभिद्येतां कर्णौ श्रोत्रं ततो दिशः निर्बिभेद विराजस्तं स्तोग्रोमश्वादयस्ततः तदौषधयश्चासन् शिष्णं निर्बिभिदे ततः रेतस्तस्मात् आप आसन् निरभद्यत वैगुदं गुदावपानोपानाच्च मृत्युर्लोकभयङ्करः हस्तौ च निरभिद्येतां बलं ताभ्यां ततस्वराट् पादौ च निरभिद्येतां गदिस्ताभ्यां ततो हरिः नाड्योऽस्य निरभिद्यन्त ताभ्यो लोहितमाभृतं नद्यस्ततः समभव उदरं निरभिद्यत क्षुल्पिपासे ततस्याताम् समुद्रस्त्वेदयोरभूल् अथास्य हृदयं भिन्नं हृदयान्मन उत्थितं मनसश्चन्द्रमा जातो बुद्धिर्बुद्धेर्गिरां पदिः अहङ्कारस्ततो रुद्रश्चित्तं चैत्यस्ततोऽभवत् एदेह्यभ्युत्थिता देवा नैवास्योत्थापने शगन् पुनराविविशुः खानि तमुत्थापयितुं क्रमात्
വഹ്നിർവാചാമുഖം ഭേജേ നോദതിഷ്ഠത്തദാ വിരാട് ഘ്രാണേന നാസികേ വായുർ നോദതിഷ്ഠത്തദാ വിരാട് അക്ഷിണീ ചക്ഷുഷാദിത്യോ നോദതിഷ്ഠത്തദാ വിരാട് ശ്രോത്രേണ കർണൗ ച ദിശോ നോദതിഷ്ഠത്തദാ വിരാട് ത്വചം രോമഭിരോഷധ്യോ നോദതിഷ്ഠത്തദാ വിരാട് രേതസാ ആപസ്തു നോദതിഷ്ഠത്തദാ വിരാട് ഗുദം മൃത്യുരപാനേന നോദതിഷ്ഠത്തദാ വിരാട് ഹസ്താവിന്ദ്രോബലേനൈവ നോദതിഷ്ഠത്തദാ വിരാട് വിഷ്ണുർഗത്യൈവ ചരണൗ നോദതിഷ്ഠത്തദാ വിരാട് നാഡീർനദ്യോ ലോഹിതേന നോദതിഷ്ഠത്തദാ വിരാട് ക്ഷുത്രിഭ്യാം ഉദരം സിന്ധുർ നോദതിഷ്ഠത്തദാ വിരാട് ഹൃദയം മനസാ ചന്ദ്രോ നോദതിഷ്ഠത്തദാ വിരാട് ബുദ്ധ്യാ ബ്രഹ്മാഭിഹൃദയം നോദതിഷ്ഠത്തദാ വിരാട് രുദ്രോഭിമത്യാ ഹൃദയം നോദതിഷ്ഠത്തദാ വിരാട് ചിത്തേന ഹൃദയം ചൈത്യ ക്ഷേത്രജ്ഞ പ്രാവിശദ്യതാ വിരാട് തദൈവ പുരുഷ സലിലാത് ഉദതിഷ്ഠത. അപ്പോൾ അടുത്തത് 71ാമത്തെ ശ്ലോകം. ഇന്നലെ അത് ചൊല്ലി കുറച്ച് അർത്ഥം പറഞ്ഞു. അത് നമുക്ക് മുഴുവനാക്കാം. ആ 2 ശ്ലോകങ്ങളേ ഉള്ളൂ ഇതിൽ. യഥാ പ്രസുപ്തം പുരുഷം പ്രാണേന്ദ്രിയമനോധിയഃ പ്രഭവന്തി വിനായേന നോത്ഥാപായിതും ഓജസാ. യഥാ പ്രസുപ്തം പുരുഷം പ്രാണേന്ദ്രിയമനോധിയഃ പ്രഭവന്തി വിനായേന നോത്ഥാപായിതും ഓജസാ. അതായത് വിരാട് പുരുഷൻ ഉണരാൻ, ഉറങ്ങിക്കിടക്കുന്ന ആ വിരാട് പുരുഷനെ എഴുന്നേൽപ്പിക്കുവാൻ ഈ വിഷ്ണുവിനല്ലാതെ സാധ്യം അല്ല, ആ ചിത്തത്തിനല്ലാതെ ജീവനല്ലാതെ സാധ്യമല്ലാതെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഉറങ്ങിക്കിടക്കുന്ന ആ ഒരാളെ എഴുന്നേൽപ്പിക്കുവാൻ ഇതൊന്നു കൂടാതെ ആ പ്രാണേന്ദ്രിയ മനോബുദ്ധികൾക്ക് ഓജസ്സും അതിന് ദേവതകൾക്കും സാധിച്ചില്ല, ശക്തങ്ങളായില്ല. അതുകൊണ്ടാണ് ആ ചിത്തത്തിനകത്ത് ജീവൻ വന്ന് വീണപ്പോൾ ആ വിരാട് പുരുഷൻ അവിടെ നിന്ന് എഴുന്നേറ്റെന്നർത്ഥം. അപ്പം ഇതിന്റെ പദങ്ങൾ പ്രസുപ്തം ഉറങ്ങിക്കിടക്കുന്ന പുരുഷം ഒരാളെ, ഉത്ഥാപയിതും എഴുന്നേൽപ്പിക്കുവാൻ, ഏന വിന യാതൊന്നു കൂടാതെ, പ്രാണേന്ദ്രിയ മനോധിയ പ്രാണങ്ങൾ ഇന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി എന്നിവ, ഓജസ ഓജസ് കൊണ്ട്, യഥാ എപ്രകാരം, ന പ്രഭവന്തി ശക്തങ്ങളാകുന്നില്ലയോ അപ്രകാരം എന്നർത്ഥം. ഒന്നുകൂടി പറയാം. പ്രസുപ്തം ഉറങ്ങിക്കിടക്കുന്ന പുരുഷൻ ഒരാളെ, ഉത്ഥാപയിതും എഴുന്നേൽപ്പിക്കുവാൻ, ഏന വിന യാതൊന്നു കൂടാതെ, പ്രാണേന്ദ്രിയ മനോധിയ പ്രാണങ്ങൾ ഇന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി എന്നിവ, ഓജസ ഓജസ് കൊണ്ട്, യഥാ എപ്രകാരം, ന പ്രഭവന്തി ശക്തങ്ങളാകുന്നില്ലയോ അപ്രകാരം എന്നർത്ഥം. സുഖനിദ്രയിൽ ആ ഉറങ്ങിക്കിടക്കുന്ന ഒരാളെ എഴുന്നേൽപ്പിക്കുവാൻ ജീവൻ ഇല്ലാതെ സാധ്യം അല്ല, അതിന് ഉള്ളിൽ പ്രവർത്തിക്കുന്ന ആ ചൈതന്യം ഇല്ലാതെ സാധ്യമല്ല. അപ്പോൾ ആ പ്രാണങ്ങളും ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും ഓജസ്സും അത് പ്രഭവങ്ങളാവണം എന്നുണ്ടെങ്കിൽ, ഈ ശക്തി ഇല്ലെങ്കിൽ അതൊന്നും പ്രഭവങ്ങളാവില്ല എന്നാണ്. ചൈതന്യമില്ലെങ്കിൽ ഇതൊന്നും പ്രഭവങ്ങളാകുന്നില്ല എന്നതാണ് ശ്ലോകത്തിൻ്റെ ആ അർത്ഥം വരുന്നത്. അപ്പോൾ അതിലത്തെ അന്വയം വരുന്നത്, പ്രസുപ്തം പുരുഷം ഉത്ഥാപയിതും യേന വിന പ്രാണേന്ദ്രിയ മനോധിയ ഓജസ യ ന പ്രഭവന്തി. എന്നുകൂടി പറയാം. പ്രസുപ്തം പുരുഷം ഉത്ഥാപയിതും പ്രസുപ്തം പുരുഷം ഉത്ഥാപയിതും യേന വിന പ്രാണേന്ദ്രിയ മനോധിയ ഓജസ യഥാ ന പ്രഭവന്തി. ഉറങ്ങിക്കിടക്കുന്ന ഒരാളെ എഴുന്നേൽപ്പിക്കുവാൻ യാതൊന്നുകൂടാതെ ആ പ്രാണങ്ങൾ ഇന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി എന്നിവ ഓജസ് കൊണ്ട് എപ്രകാരം ശക്തങ്ങളാകുന്നില്ലയോ അപ്രകാരം എന്നാണ് പറഞ്ഞത്. അപ്രകാരമാണ് ആ ചിത്തത്തിൽ വിഷ്ണു വന്ന് ഇരുന്നപ്പോൾ, അധിഷ്ഠാന ദേവതയായിരിക്കുന്ന വിഷ്ണു വന്നിരുന്നപ്പോഴാണ് ആ വിരാട് പുരുഷൻ അവിടുന്ന് എഴുന്നേറ്റതെന്ന് പറഞ്ഞ കഴിഞ്ഞ ശ്ലോകത്തിൽ. അപ്പം സുഖനിദ്രയിലുള്ള ഒരാളെ പ്രാണൻ ഇന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി ഇത്യാദികൾക്ക് ജീവന്റെ സഹായം കൂടാതെ എപ്രകാരം ഉണർത്തുവാൻ അസാധ്യമാണോ എന്നാണ്.
അപ്രകാരമാണ് ജീവന്റെ ആ അസാന്നിധ്യത്തിൽ ആ വിരാട് ഇന്ദ്രിയങ്ങളുടെ ദേവതകളുടെ പരിശ്രമ ഫലമായിട്ട് എഴുന്നേൽക്കാതിരുന്നത്. അതാണ് ഓരോരുത്തരും ഓരോ ഇന്ദ്രിയങ്ങളും ഓരോ ആ ഇന്ദ്രിയദ്വാര പുറത്തേക്ക് അതിൻ്റെ പ്രഭാവം വന്നിട്ടും വിരാട് പുരുഷൻ എഴുന്നേറ്റില്ല എന്നുള്ളത് ആദ്യം പറയാനുള്ള കാര്യം. അപ്പോൾ വിരാട്ടിൻ്റെ ദേഹത്തിന് ആ വ്യഷ്ടിഭാഗം ദൃഷ്ടാന്തമായിട്ട് കാണിച്ചിട്ട്, അതായത് വ്യക്തിയുടെ ഭാവം കാണിച്ചിട്ട് ആ സാഖ്യതത്വങ്ങളുടെ ആ പ്രയോജനം കാണിക്കുകയാണ് ഈ ശ്ലോകത്തിലും അടുത്ത ശ്ലോകത്തിലും. വിരാട് ദേഹസ്യ വ്യഷ്ടിദേഹം ദൃഷ്ടാന്തത്വേന ദർശയൻ. വിരാട് ശരീരം സമഷ്ടിയാണ്. ഓരോ വ്യക്തികളുടേത് വ്യഷ്ടിയും. ഉറങ്ങുന്ന ഒരു മനുഷ്യനെ ഉണർത്താൻ പ്രാണൻ, ഇന്ദ്രിയങ്ങൾ മുതലായവയ്ക്ക് ശേഷിയില്ല. ജീവന്റെ പിൻബലത്തോടു കൂടി മാത്രമേ അത് സാധ്യമാകൂ. മരിച്ചവർ എഴുന്നേൽക്കില്ലെന്നർത്ഥം. അപ്രകാരം ഇന്ദ്രിയ ദേവതകളും മറ്റും എത്ര തന്നെ പരിശ്രമിച്ചിട്ടും ആ ജീവന്റെ അഭാവത്തിൽ ആ വിരാട്ടിനെ അജലത്തിൽ നിന്നും എഴുന്നേൽപ്പിക്കുവാൻ കഴിഞ്ഞില്ല എന്ന് സാരം. അപ്പൊ ദേഹത്തിൽ ജീവൻ പ്രവേശിച്ചപ്പോൾ ആ ഇന്ദ്രിയങ്ങൾക്കെല്ലാം കാര്യശേഷി സിദ്ധിച്ചു. ജീവന്റെ അഭാവത്തിൽ ഇന്ദ്രിയങ്ങളുടെയും മറ്റും അധിഷ്ഠാന ദേവതകൾക്ക് ഒന്നും ചെയ്യാൻ സാധ്യം അല്ല എന്നുള്ളതാണ് ആ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ അർത്ഥം വരുന്നത് ചിത്താധിഷ്ഠിതനായിരിക്കുന്ന ക്ഷേത്രജ്ഞൻ ചിത്തത്തോടുകൂടി എപ്പോൾ ഹൃദയം പ്രാപിച്ചുവോ അപ്പോൾ മാത്രം വിരാട് പുരുഷൻ ജലത്തിൽ നിന്ന് ഉയർന്നു വന്നു എന്ന് പറഞ്ഞു. ആ പ്രാണങ്ങൾ, ഇന്ദ്രിയങ്ങൾ, അന്ധകരണം എന്നിവ യാതൊരു ക്ഷേത്രജ്ഞനോട് കൂടാതെ തങ്ങളുടെ ബലം കൊണ്ട് മാത്രം നിദ്രയിലാണ്ട പുരുഷനെ എഴുന്നേൽപ്പിക്കാൻ ശക്തമാകാതിരിക്കുന്നുവോ അതുപോലെ ആ സർവചേഷ്ടകൾക്കും കാരണമായിരിക്കുന്ന ആ ക്ഷേത്രജ്ഞനെ ഭക്തി കൊണ്ടും വൈരാഗ്യം കൊണ്ടും ഏകാഗ്രത കൊണ്ടും ജ്ഞാനം കൊണ്ടും ഈ ശരീരത്തിൽ വെച്ച് തന്നെ തിരിച്ചറിയണം എന്നുള്ളതാണ്. അടുത്ത ശ്ലോകം കൂടി അതിനകത്ത് വരുന്നുണ്ട്. എങ്ങനെയാണ് ആ ഭഗവാനെ, ആ ജീവനെ, ആ ചൈതന്യത്തെ നമ്മൾ തിരിച്ചറിയേണ്ടതെന്നുള്ളതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. നമുക്ക് നോക്കാം. അന്വയ വ്യതിരേകം മുഖേന വിചാരം ചെയ്തതിൽ ചൈതന്യത്തിന് തന്നെ പ്രാധാന്യം എന്ന് കണ്ടതിനാൽ ആ ചൈതന്യത്തെ തന്നെ ഭക്തിയാദി സാധനാസമ്പന്നനായിരിക്കുന്ന പുരുഷൻ വിചാരം ചെയ്തു കൊള്ളണം എന്നാണ് ഉപദേശിക്കുന്നത്. അപ്പോൾ അവസാനത്തെ ശ്ലോകം നമുക്ക് നോക്കാം. തമസ്മിൻ പ്രത്യഗാത്മാനം ധിയാ യോഗപ്രവൃത്തയാ ഭക്തിയാ വിരക്തിയാ ജ്ഞാനേന വിവിച്യ ആത്മനി ചിന്തയേത്. തമസ്മിൻ പ്രത്യഗാത്മാനം ധിയാ യോഗപ്രവൃത്തയാ ഭക്തിയാ വിരക്തിയാ ജ്ഞാനേന വിവിച്യ ആത്മനി ചിന്തയേത്. അപ്പോൾ ആ പ്രത്യേകാത്മാവായിരിക്കുന്ന ആ ജീവനെ ഭക്തി കൊണ്ടും വൈരാഗ്യം കൊണ്ടും യോഗചര്യകൾ കൊണ്ടും ആ ചിത്തത്താലും കിട്ടിയ ലഭിച്ച ചിത്തത്താലും ബുദ്ധിയാലും ജ്ഞാനത്താലും അസ്മിൻ ആത്മനി ഇതേ ശരീരത്തിൽ വിവേചിച്ച് ചിന്തയെ ധ്യാനിക്കേണ്ടതാണ്. ഈശ്വരനാണ് എന്ന് അതിനെ ധ്യാനിക്കേണ്ടതാണ് ആ ജീവനെ. പ്രത്യേകാത്മാവായിരിക്കണ തം അതിനെ, ആ ജീവനെ എന്നർത്ഥം. ഭക്തി കൊണ്ടും വിരക്തിയ വൈരാഗ്യം കൊണ്ടും യോഗപ്രവൃത്തിയ യോഗചര്യകൾ കൊണ്ടും ധിയ ലഭിച്ച ചിത്തത്താലും ജ്ഞാനേന ജ്ഞാനത്താലും അസ്മിൻ ആത്മനി ഇതേ ശരീരത്തിൽ വിവേചിച്ച് ചിന്തയെ ധ്യാനിക്കേണ്ടതാണ്. വളരെ വിവേചനാപൂർവം ആ ജീവനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതാണെന്ന് അർത്ഥം. ഇത് ഈശ്വരനായിട്ട് സങ്കല്പിക്കണം, അല്ലെങ്കിൽ അത് വെറും ജീവനായിട്ട് ഈ സംസാരത്തിൽ കിടന്നുഴലും. അതുകൊണ്ട് ഈശ്വരനായിട്ട് സങ്കല്പിച്ചു കഴിഞ്ഞാലോ ആ വിദ്യാരൂപിണിയായിരിക്കുന്ന മായയോട് ചേർന്നിട്ട് ആ ഭഗവാനിലേക്ക് എളുപ്പത്തിൽ അങ്ങോട്ട് പോവുകയും ചെയ്യും. അതാണ് അർത്ഥം. പ്രത്യേകാത്മാവായിരിക്കുന്ന തം അതിനെ ഭക്തി കൊണ്ടും വിരക്തിയ വൈരാഗ്യം കൊണ്ടും യോഗപ്രവൃത്തിയ യോഗചര്യകളാൽ ധിയ ലഭിച്ച ആ ചിത്തത്താലും
ജ്ഞാനേന ജ്ഞാനത്താലും അസ്മിൻ ആത്മനി ഇതേ ശരീരത്തിൽ വിവേചിച്ച് ചിന്തയെ ധ്യാനിക്കേണ്ടതാണ്. ഇതിൽ അന്വയം വരുന്നത് പ്രത്യേകാത്മാനാം തം ഭക്തിയാ വിരക്തിയാ യോഗപ്രവൃത്തയാ ധിയാ ജ്ഞാനേന അസ്മിൻ വിവിച്യ. ഒന്നുകൂടി പറയാം. പ്രത്യേകാത്മാനാം തം ഭക്തിയാ വിരക്തിയാ യോഗപ്രവൃത്തയാ ധിയാ ജ്ഞാനേന അസ്മിൻ ആത്മനി വിവിച്യ ചിന്തയേത്. വിവിച്യ ചിന്തയേത് എന്നും കൂടി വരും. ഒന്നുകൂടി പറയാം. പ്രത്യേകാത്മാനാം തം ഭക്തിയാ വിരക്തിയാ യോഗപ്രവൃത്തയാ ധിയാ ജ്ഞാനേന അസ്മിൻ ആത്മനി വിവിച്യ ചിന്തയേത്. അതായത് പ്രത്യേകാത്മാവായിരിക്കുന്ന ആ ജീവനെ ഭക്തി കൊണ്ടും ഇല്ലെങ്കിൽ ഈശ്വരനെ ആ ഭക്തി കൊണ്ടും വൈരാഗ്യം കൊണ്ടും യോഗചര്യകളിൽ നിന്നും ലഭിച്ച ചിത്തത്താലും ജ്ഞാനത്താലും ഇതേ ശരീരത്തിൽ ആ വിവേചിച്ച് ധ്യാനിക്കേണ്ടതാണ്. വിവേചനാപൂർവം ആ ജീവതത്വത്തെ ആ ജീവാത്മാവിനെ നമ്മൾ വിചാരിക്കേണ്ടതാണ്. ബുദ്ധിവൃത്തികളാലും യോഗാഭ്യാസം കൊണ്ടും ഭക്തി കൊണ്ടും ജ്ഞാനം കൊണ്ടും വൈരാഗ്യം കൊണ്ടും ആ പ്രത്യേകാത്മാവായ ചൈതന്യത്തെ വേർതിരിച്ച് ഉപാസിക്കേണ്ടതാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. മറ്റെന്തുകൊണ്ടായാലും ആ ഈശ്വര ചൈതന്യം ഇല്ലെങ്കിൽ എല്ലാം നിഷ്ഫലമാവുന്നു. മറ്റെന്തുണ്ടായാലും ആ ഈശ്വര ചൈതന്യം ഇല്ലെങ്കിൽ എല്ലാം നിഷ്ഫലമാവുന്നു. ഇതര വസ്തുക്കളിൽ നിന്നും ഈശ്വര ചൈതന്യത്തെ തിരിച്ചറിയുകയാണ് ഭക്തി, ജ്ഞാനം ഇത്യാദികളുടെ പ്രയോജനം. ഭാഗവതത്തിലെ ഈ അധ്യായത്തിലും തത്വങ്ങളും ഐതരേയോപനിഷത്തിലെ സൂക്തങ്ങളും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. അവ തമ്മിലുള്ള ഒരു താരതമ്യ പഠനം അത്യന്തം വിജ്ഞാനപ്രദം ആയിരിക്കും. അപ്പോൾ അതാണ് അവിടെ പറഞ്ഞ പ്രാണങ്ങൾ, ഇന്ദ്രിയങ്ങൾ, അന്ധക്കരണം എന്നിവ യാതൊരു ക്ഷേത്രജ്ഞനോട് കൂടാതെ തങ്ങളുടെ ബലം കൊണ്ട് മാത്രം നിദ്രയിലാണ്ട പുരുഷനെ എഴുന്നേൽപ്പിക്കുവാൻ ശക്തമാകാതിരിക്കുന്നുവോ അതുപോലെ സർവചേഷ്ടകൾക്കും കാരണമായിരിക്കുന്ന ആ ക്ഷേത്രജ്ഞനെ ഭക്തി കൊണ്ടും വൈരാഗ്യം കൊണ്ടും ഏകാഗ്രത കൊണ്ടും ജ്ഞാനം കൊണ്ടും ഈ ശരീരത്തിൽ വെച്ച് തന്നെ വേർതിരിച്ചറിയണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആ പ്രകൃതി സംബന്ധം കൂടാതെ ഇരിക്കുന്ന ഈ പ്രത്യേകാത്മാവിനെ അഷ്ടാംഗ യോഗാഭ്യാസത്തിന്റെ ബലത്താൽ സിദ്ധിക്കുന്നതായിരിക്കുന്ന ആ ബുദ്ധിവൃത്തി കൊണ്ട് പ്രകൃതി കാര്യങ്ങളെ ഇന്ദ്രിയങ്ങളിൽ നിന്നും വേർതിരിച്ചറിഞ്ഞുകൊള്ളണം എന്നർത്ഥം. അതിന് പ്രകൃതി കാര്യങ്ങളായിരിക്കുന്ന ഇന്ദ്രിയങ്ങളുടെയും ജീവന്റെയും ഈശ്വരന്റെയും സ്വരൂപങ്ങളെ നന്നായിട്ട് വിചാരിക്കണം. വിചാരിക്കുമ്പോൾ സിദ്ധിക്കുന്ന ആ ഭിന്നജ്ഞാനത്തെ അറിവിനെ സമ്പാദിക്കണം എന്നർത്ഥം. ആ ജ്ഞാനം ഉറക്കണം എങ്കിൽ ആ വിഷയങ്ങളിൽ വിരക്തി വരുത്തണം. അതിന് ആ ഭഗവത് ഭക്തി തന്നെ ഉണ്ടാകണം. ഇങ്ങനെ ഭക്തി ആദി സാധനാ സമ്പത്തി കൊണ്ട് ആ കാര്യകാരണ സംഘാത്മകമായിരിക്കുന്ന ഈ ശരീരത്തിൽ ആത്മസാക്ഷാത്കാരം ഉണ്ടാവാൻ പരിശ്രമിക്കുന്നത് തന്നെ പരമപുരുഷാർത്ഥ പ്രാപ്തി ഉപായം എന്ന് ആ സമഷ്ടിയായിട്ട് നമ്മളെ ഉപദേശിച്ച് പറഞ്ഞു തരുന്നു. അപ്പൊ ഇതിലത്തെ വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞതെന്ന് നോക്കാം നമുക്ക്. ക്ഷേത്രജ്ഞസ്ഥിത്തേന സഹ യഥാ ഹൃദയം പ്രാവിശൽ തദേവ വിരാട് പുരുഷ സലിലാത് ഉദതിഷ്ഠത. ആ ക്ഷേത്രജ്ഞൻ ആ ചിത്തത്തിൽ ചെന്ന് ചേർന്നപ്പോൾ സലിലത്തിൽ നിന്നും ആ വിരാട് പുരുഷൻ എഴുന്നേറ്റു. യഥാ പ്രാണേന്ദ്രിയ മനോധിയ, എപ്രകാരമാണോ പ്രാണേന്ദ്രിയ ബുദ്ധികൾ ആ നിദ്രയിലാണ്ട പുരുഷൻ സുപ്തപുരുഷം യേന വിനോത്ഥാപയിതും ന സമർത്ഥഃ. ആ ബുദ്ധേന്ദ്രിയ പ്രാണനും ബുദ്ധിയും ഇന്ദ്രിയങ്ങളെ കൊണ്ടൊന്നും ആ ഉറങ്ങിക്കിടക്കുന്ന ആ പുരുഷനെ എണീപ്പിക്കാൻ സമർത്ഥം ആയില്ല. തം ക്ഷേത്രജ്ഞം, ആ ക്ഷേത്രജ്ഞനെ ഭക്തിയാ ജ്ഞാനേനാത്മനി, ഭക്തി കൊണ്ടും ജ്ഞാനം കൊണ്ടും ആത്മാവിലെ കാര്യകാരണ സംഘാതേ
ആ കാരണ സംഘാതങ്ങളെ പറ്റിയിട്ട് ചിന്തിച്ചിട്ട് വിവിച്ചുക എന്ന് പറയുന്നത് അതുകൊണ്ട് വിചാരിച്ച് അതിനെ ചിന്തിക്കണം. ചിന്തിച്ചു കഴിയുമ്പോഴാണ് അപ്പം വിവേചിച്ച് കാര്യവും കാരണം എന്താന്നുള്ളത് പ്രത്യേകം അറിഞ്ഞാലേ നമുക്ക് വേണ്ട വിധത്തിൽ ആത്മാവിനെ വേണ്ട വിധത്തിൽ ഏറ്റെടുത്തിട്ട് നല്ല വഴിക്ക് പോകാൻ പരിശ്രമിക്കാൻ കഴിയുകയുള്ളൂ. യഥാ പ്രാണേന്ദ്രിയ മനോധിയ സുപ്തപുരുഷ യേന വിനോത്ഥാപയിതും ന സമർത്ഥാഃ തം ക്ഷേത്രജ്ഞം ഭക്തിയാ ജ്ഞാനേനാത്മനി കാര്യകാരണ സംഘാതേ വിചാര്യ ചിന്തയേത് എന്നതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഈ പ്രകാരം പറഞ്ഞിട്ട് ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം തൃതീയ സ്കന്ധേ കാപിലേയേ തത്വസമാംനായ തത്വങ്ങളുടെ കൂട്ടത്തെ പറ്റി വർണ്ണിക്കുന്ന ഷഡ്വിംശോധ്യായ. അങ്ങനെ 26ാമത്തെ അധ്യായം 72 ശ്ലോകം ചേർന്നിട്ട് അതോടുകൂടിയിട്ട് ഇവിടെ സമാപ്തിയാകുന്നു. നാളെ അതിൻ്റെ സമർപ്പണം വേണം, അതിനുശേഷം സംഗ്രഹം, പിന്നെ അതിൻ്റെ ആശയങ്ങൾ അവലോകനം, പിന്നെ അതിലത്തെ ചോദ്യോത്തര പങ്ക്തി, ബാക്കിയുള്ള ആ ഭാഗങ്ങൾ എല്ലാം നമുക്ക് അടുത്ത ദിവസം എടുക്കാം. അപ്പോൾ എല്ലാവരും നല്ലപോലെ അക്ഷരത്തെറ്റില്ലാതെ കണ്ട് വായിച്ചിട്ടും ഭംഗിയായിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടും 26ാമത്തെ അധ്യായം പഠിച്ച് തെറ്റുകൂടാതെ സമർപ്പിക്കുക ഭാഗവത സമർപ്പണത്തിൽ. അതിനുശേഷം ഈ നമ്മുടെ അടുത്ത അതിൻ്റെ സാധനാക്രമത്തിൽ, അതായത് സമർപ്പണം, സംഗ്രഹം, അവലോകനം, ചോദ്യോത്തര പങ്ക്തി എന്നിവയിലൊക്കെ എല്ലാവരും വളരെ ആക്റ്റീവായിട്ട്, എല്ലാവരും വളരെ നന്നായിട്ട് പരിശ്രമിച്ച് അതിൽ പങ്കെടുക്കുക. അതൊക്കെ നല്ല വിധത്തിൽ എഴുതി അയക്കുക. ഹരേ കൃഷ്ണ.